ഗുഡ് മോർണിംഗ് ശ്രീജിത്ത് പെരുമൻ അഡ്വക്കേറ്റ് സാറേ. ഇത് ഞാൻ കർണാടകയിലാണ്, നമ്മൾ കൊടകിലുള്ള. നിസാര തുകകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു എമൗണ്ടിന് വേണ്ടി സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്ന പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറയുന്നൊരു യൂട്യൂബറുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ ഇൻഫ്ലുവൻസേഴ്സിനേക്കാൾ കൂടുതൽ സ്കാമേഴ്സാണ്. ഈ സ്കാമേഴ്സ് എന്ന് പറയുന്നത് കുറേ കൂപ്പൺ വിറ്റ് ലക്കി ഡിപ്പ് എന്നുള്ള പേരിൽ അല്ലെങ്കിൽ ലക്കി ഡ്രോ എന്നുള്ള പേരിൽ ആളുകളിൽ നിന്നും പൈസ കളക്ട് ചെയ്ത് ലക്കി ഡ്രോ നറുക്കെടുപ്പിൽ തന്നെ വലിയ ഉടായ്പകൾ കാണിച്ച് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് യൂട്യൂബ് തുറന്നാൽ, ഫേസ്ബുക്ക് തുറന്നാൽ, ഇൻസ്റ്റഗ്രാം തുറന്നാൽ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന പേര് മാത്രമേ കേൾക്കാനുള്ളൂ. ശരിക്കും കുഞ്ഞാൻ ഒരു ആഴ്ച കൊണ്ട് എയറിലാണ്. പക്ഷേ കുഞ്ഞാൻ മാത്രമല്ല ഇതിൻ്റെ പുറകിലുള്ളത്. യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന മുന്തിയ യൂട്യൂബേഴ്സായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനകത്ത് മെജോറിറ്റിയും ലക്ഷങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുകൾ തന്നെയാണ് ഈ പറയുന്ന സ്കാമിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എങ്ങനെ പാണ്ടിക്കാട് കുഞ്ഞാൻ വന്നു എന്ന് ചോദിച്ചാൽ, പുള്ളിയാണ് ഇതിൻ്റെ പുറകിൽ അഹോരാത്രം പ്രവർത്തിച്ചത്. ബാക്കി എല്ലാവരും ഒരു വീഡിയോ ചെയ്ത് അവനവൻ്റെ കാശും മേടിച്ചുകൊണ്ട് പോയി. പക്ഷേ ഇദ്ദേഹം എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ, ആദ്യ അവസാനം വരെയും ഇതിൻ്റെ പുറകെ നടന്ന് അവസാനം നറുക്കെടുപ്പ് നടത്തി. നറുക്കെടുപ്പ് ഭയങ്കര കോമഡി ആയിരുന്നു. ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര കോമഡി ആയിരുന്നു. കാരണം മേളിൽ മാത്രം പരതിയിട്ട് കൈ ഏറ്റവും ഉള്ളിലിട്ടിട്ട് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് മാത്രം കൂപ്പൺ എടുക്കുക, അത് നിവർത്തി വിളിച്ച് പറയുക. സമ്മാനം എന്ന് പറഞ്ഞ വീടാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസും ഇവരുടെ കുടുംബക്കാർക്ക് തന്നെയാണ്, തേർഡ് പ്രൈസും ഇവരുടെ കൂട്ടുകാർക്ക് തന്നെയാണ്. ഇങ്ങനെ ഇവരുടെ ആയിട്ടുള്ള ആൾക്കാർക്ക് തന്നെയാണ് ഇതിൻ്റെ സമ്മാനങ്ങളൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ ഈ നറുക്കെടുപ്പ് തന്നെ വലിയൊരു തട്ടിപ്പായിട്ട് തന്നെയാണ് ആൾക്കാർ മനസ്സിലാക്കിയിട്ടുള്ളതും. അങ്ങനെയാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ എയറിലായത്. അതോടൊപ്പം തന്നെ കുഞ്ഞാൻ്റെ കൂടെ തന്നെ ഒരുപാട് പേര് ഈ വീഡിയോ ചെയ്തു. പക്ഷേ കുഞ്ഞാൻ്റെ ഒരു വീഡിയോ കണ്ടു. അതിനകത്ത് കുഞ്ഞാൻ പറയുന്നുണ്ട്, ഞാൻ പൈസ മേടിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. എന്നെ അന്ന് മുതൽ ചിന്തിപ്പിച്ചൊരു കാര്യം, ഞാൻ ആ വീഡിയോകളൊന്നും വെക്കുന്നില്ല, ചാരിറ്റിക്ക് വേണ്ടിയാണ് ഇവരൊക്കെ വീഡിയോ ചെയ്തതെന്നാണ് ആ വീഡിയോയ്ക്കകത്ത് ആദ്യം പറഞ്ഞിരുന്നത്. ചാരിറ്റിയുടെ മറവിൽ തട്ടിപ്പുകൾ നടത്തുന്ന കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ കടബാധ്യത മൂലം കഷ്ടപ്പെടുന്ന സമയത്ത് ഈ ഇൻഫ്ലുവൻസേഴ്സിനെ അപ്രോച്ച് ചെയ്തപ്പോൾ ഇവരെല്ലാവരും കൂടെ പോയിട്ട് ഇദ്ദേഹത്തിന് വീഡിയോ ചെയ്ത് കൊടുക്കുന്നു. ഇദ്ദേഹത്തിന് കടബാധ്യതയുണ്ട്, നിങ്ങൾ കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നാം സമ്മാനം വീടാണ്, രണ്ടാം സമ്മാനം ബൈക്കാണ്, മൂന്നാം സമ്മാനം കാറാണ്, മറ്റേതാണ് മറിച്ചാണ്, ഇങ്ങനെ കുറേ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടാണ് ഈ വീഡിയോകൾ ചെയ്തത്. അവസാനം അമ്മാവനും കുഞ്ഞമ്മയുടെ മോനും അപ്പൂപ്പൻ്റെ അനിയനും ഒക്കെയാണ് ഈ സമ്മാനങ്ങൾ കൊണ്ടുപോയത്. ഇതിൽ ഏറ്റവും കൂടുതൽ പെട്ടുപോയത് പ്രവാസികളാണ്. നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, എവിടെയാണോ ഇച്ചിരി സൗജന്യം കിട്ടുന്നത് അവിടേക്ക് ചാടി വീഴും. അപ്പോൾ ഇവിടെ ഇപ്പോൾ മലയാളി തന്നെയാണ് തട്ടിക്കുന്നതും മലയാളി തന്നെയാണ് തട്ടിപ്പിന് ഇരയാകുന്നതും. ഇപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ പേര് മാത്രമാണ് പുറത്ത് ഒരുപാട് കേൾക്കുന്നത്. അത് ഒരു പരിധിവരെ കുഞ്ഞാൻ്റെ സംസാര രീതിയും, കാരണം കുഞ്ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ എല്ലാം നെഗറ്റീവായിരിക്കും. അപ്പോൾ അതൊക്കെ തന്നെ കൊണ്ടാണ് കുഞ്ഞാൻ ഇപ്പോൾ എയറിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ലാതിരിക്കുന്നത്. പക്ഷേ കുഞ്ഞാൻ്റെ കൂടെ തന്നെ ഒരുപാട് പേര് ഈ പറയുന്ന സ്കാമിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഒരുപാട് പേരെന്ന് പറയുമ്പോൾ അതിനകത്ത് ഖാദർ കരിപ്പൊടി, പക്ഷെ അദ്ദേഹം ചാരിറ്റിക്ക് വേണ്ടിയാണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പൈസ മേടിച്ചിട്ടല്ല ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. KL ബ്രോ, ബിജു ഋത്തിക്, അതിൽ ബിജു ബ്രോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര്, ഏതൊരു സിംഗറുടെ പേരൊക്കെ കുഞ്ഞാൻ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പേര് ഈ സ്കാമിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇതൊരു സ്കാം തന്നെയാണ്. ഒരുപാട് പ്രവാസികളുടെ ഉൾപ്പെടെയുള്ള കാശ് ഇതിനകത്ത് പോയിട്ടുണ്ട്. അത് ഈ നാസർ എന്ന് പറയുന്ന ആളുടെ വീടാണ് കുഞ്ഞാൻ്റെ കെയർ ഓഫിൽ ആ ഒരു ലക്കി ഡ്രോയിൽ വെച്ചത്. 1000 രൂപയാണ് ഒരു കൂപ്പണിൻ്റെ ചിലവെന്ന് പറയുന്നത്. ചില ആൾക്കാർ 5 കൂപ്പൺ എടുത്തു. അത് ചാരിറ്റിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാണ് ഈ ആൾക്കാരൊക്കെ കൂപ്പൺ എടുക്കുന്നത്. അപ്പോൾ 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് അതൊരു മുതൽക്കൂട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്, അയാളുടെ കടബാധ്യത തീർക്കാൻ വേണ്ടി പറ്റുമല്ലോ എന്ന് വിചാരിച്ചു. അല്ലാണ്ട് എല്ലാവരും ഒന്നും ഈ വീട് പ്രതീക്ഷിച്ചല്ല എടുക്കുന്നത്. പക്ഷേ ഇവരതിനകത്ത് തട്ടിപ്പ് നടത്തിയതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ വെറുപ്പിച്ചത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ സംഭവം ചോദിച്ചാൽ, ശ്രീജിത്ത് പെരുമന എന്ന് പറയുന്ന അഡ്വക്കേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ശ്രീജിത്ത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഈ പറയുന്ന സ്കാമിൽ ആരെങ്കിലും കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനുമായിട്ട് ബന്ധപ്പെട്ടാൽ വേണ്ട നിയമസഹായം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ശ്രീജിത്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വാട്സാപ്പിൽ അദ്ദേഹത്തിൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. വാട്സാപ്പിലേക്ക് കുറേ അധികം ഓഡിയോ മെസ്സേജുകളും ഓഡിയോ കോളുകളും ഒക്കെ വരികയുണ്ടായി. അതിൽ ചില മെസ്സേജുകൾ അദ്ദേഹം ഫേസ്ബുക്കിൽ തന്നെ അപ്ലോഡ് ചെയ്തു. കുറച്ച് വോയിസ് ക്ലിപ്പുകളാണ് അപ്ലോഡ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ആ ഒരു ലക്കി ഡ്രോയെ അതുമായിട്ടനുബന്ധിച്ച് പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. മലപ്പുറത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് അന്വേഷണ ചുമതല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീജിത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ഓഡിയോ ഒന്ന് കേട്ട് നോക്കാം. എത്രമാത്രം ആൾക്കാരാണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ പെട്ടുപോയിട്ടുള്ളത്, അവരുടെ കാശ് പോയിട്ടുള്ളത്. 1 രൂപ ആയിക്കോട്ടെ, ഒരു മനുഷ്യൻ കഷ്ടപ്പെടുന്നത് കാശുണ്ടാക്കാൻ വേണ്ടിയാണ്, ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ജീവിക്കാൻ വേണ്ടി മുണ്ട് മുറുക്കി കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവരാണ് ഇദ്ദേഹത്തിന് ഈ പറയുന്ന കടബാധ്യത തീർക്കാൻ വേണ്ടി അവർക്ക് ഉള്ളതിൽ നിന്നൊരു പങ്ക്, ഒരു 1000 രൂപ കൊടുത്ത് ഈ കൂപ്പൺ മേടിക്കാൻ തയ്യാറായത്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇവർ പറ്റിച്ചത്. ശ്രീജിത്തിന് വന്ന വോയിസുകൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത് പെരുമൻ അഡ്വക്കേറ്റ് സാറേ. ഇത് ഞാൻ കർണാടകയിലാണ്, നമ്മൾ കൊടകിലുള്ള. ഇതുമാതിരി എത്രയോ പാവങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ആ ലക്കി ഡിപ്പിൽ, നാസറും പിന്നെ കുഞ്ഞാനും കൂടിയിട്ട്. അപ്പം തട്ടിപ്പിന് ഇരയായവരുണ്ട് കൂടുതൽ. അവരാരും മുന്നോട്ട് വരുന്നില്ല, ഇനി വരും.
ഇതുപോലത്തുള്ള വീഡിയോസും ഇതെല്ലാം കണ്ട് ഞാൻ നിങ്ങളെ ഒരു പോസ്റ്റിൽ കണ്ടേനു നമ്പർ. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഇത് വിട്ടാണ്. ഓക്കെ, അത് ഒരാളുടെ ഓഡിയോയാണ് കേട്ടത്. ദേ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഫോട്ടോ കാണുന്നത് ടി ഫാമിലി എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ്. അവരിപ്പോൾ അടുത്തൊരു ഉടായിപ്പ് പോയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തോ ബെഡ്ഷീറ്റ് മേടിച്ച് കഴിഞ്ഞാൽ 30 പവൻ്റെ സ്വർണ്ണം കിട്ടുമെന്നോ 30 കിലോ സ്വർണ്ണം കിട്ടുമെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവരിറങ്ങിയിട്ടുണ്ട്. ഇത് എന്താണ് ഇവരുടെയൊക്കെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. നിസ്സാര തുകകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു എമൗണ്ടിന് വേണ്ടി സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്ന ഇത്തരം ആളുകളെയാണോ നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കുന്നത്? ശരിക്കും ആരാണ് ഇൻഫ്ലുവൻസേഴ്സ്? ഇവരൊക്കെ സ്കാമേഴ്സ് ആണ്. ഇവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അൺഫോളോ ചെയ്ത് അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവേണ്ട സമയം എന്നേ കഴിഞ്ഞു. എല്ലാവരും പറയും റിയാക്ഷൻ വ്ളോഗേഴ്സ് ആണ് ആളുകളുടെ കണ്ടന്റ് എടുത്ത് വെച്ച് ജീവിക്കുന്നതെന്ന് പറയും. അപ്പോൾ ഇവരൊക്കെ കാണിക്കുന്നത് എന്താണ്? റിയാക്ഷൻ വ്ളോഗേഴ്സ് ഒരിക്കലും മറ്റുള്ളവനെ പറ്റിച്ച് ജീവിക്കുന്നില്ല. മറ്റുള്ളവരുടെ തെറ്റുകൾ പുറം ലോകത്തേക്ക് എടുത്ത് കാണിച്ചാണ് വീഡിയോകൾ ചെയ്യുന്നത്. പക്ഷേ ഇവരൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാർ, ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് ആളുകളെ സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ തന്നെ പറ്റിക്കാൻ വേണ്ടി മാത്രം വീഡിയോകൾ ചെയ്യുന്ന കുറേ ടീമുകളാണ്. അപ്പോൾ ഇവരെയാണോ വിശ്വസിക്കേണ്ടത്, അതോ ഇവരുടെ കള്ളങ്ങൾ പുറത്തെടുത്ത് കാണിക്കുന്ന റിയാക്ഷൻ വ്ളോഗേഴ്സിനാണോ? ആരെയാണ് വിശ്വസിക്കേണ്ടത്? നിങ്ങൾ തീരുമാനിക്കും. ഇനി നമുക്ക് ബാക്കി കുറച്ച് ഓഡിയോകൾ കൂടി ഉണ്ട്, നമുക്ക് അതുകൊണ്ട് കേൾക്കാം. സാറേ, ഞാനിവിടെ ഉള്ളത് UK-ലാണ്, ഞാൻ ലണ്ടനിലാണ്. ഞാൻ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്ത് അവരുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഞാൻ അതെങ്ങനെയാണ് ഇപ്പോൾ സ്റ്റേഷനെ വിളിച്ച് കഴിഞ്ഞാൽ ഞാനൊരു എന്താ പറയുക, നമ്മൾ SH വിളിച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നും എന്നെ അറിയാൻ ചാൻസ് കുറവാണ്. കാര്യം ഞാൻ അവിടെ നിന്ന് വന്ന് ഇപ്പോൾ ഇവിടെ ആയിട്ട് വർഷങ്ങളായത്. എന്തായാലും ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ അവരെ സ്റ്റേഷനിലെ. ഇത് UK-യിൽ താമസിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇതുപോലെ ഈ കൂപ്പൺ എടുത്താണ് അദ്ദേഹത്തിന് അറിയാം. അവരെ കോൺടാക്ട് ചെയ്ത് നോക്കട്ടെ എന്നാണ് പറയുന്നത്. അങ്ങനെ എത്രയോ ആൾക്കാർ ഈ കുഞ്ഞാൻ്റെ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് ഏകദേശം 8000-ന് മേളിൽ കൂപ്പൺസ് ആണ് വിറ്റുപോയത്. ഒരു കൂപ്പൺ 1000 രൂപ വെച്ചിട്ടാണ്. എത്ര രൂപയാണ് കളക്ട് ചെയ്തെടുത്തത്? എന്നിട്ട് ആ സമ്മാനങ്ങൾ ആർക്കാണ് പോയത്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എത്ര കോടി രൂപയുടെ എന്താ പറയുക, ഒരുതരം ബിസിനസ് തന്നെയാണിത്. പണ്ട് ചാരിറ്റിയുടെ പേരിൽ ചാരിറ്റിക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നു, കോടികൾ അക്കൗണ്ടിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ലക്ഷങ്ങൾ അക്കൗണ്ടിലേക്ക് വരുന്നു. അതിൽ 10 ലക്ഷം രൂപയായിരിക്കും ആ പേഷ്യൻറ്റിന് വേണ്ടത്. ഒരു രോഗിക്ക് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. ആ പേഷ്യൻറ്റിന് വേണ്ടത് 10 ലക്ഷം രൂപയായിരിക്കും. ബാക്കി വരുന്നത് 50 ലക്ഷം രൂപയിൽ 40 ലക്ഷം രൂപയും ഈ വീഡിയോ ചെയ്യുന്നവൻ മറ്റു പലർക്കൊന്നും പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോകും. അത് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അങ്ങനെ ചാരിറ്റിക്ക് വേണ്ടി വീഡിയോ ചെയ്ത് നടന്നവന്മാർ ഇന്ന് മണിമാളികയിലാണ് താമസിക്കുന്നത്, ഇന്നോവയിലാണ് നടക്കുന്നത്. ഇതൊന്നും കണ്ടിട്ടും മലയാളി പഠിച്ചിട്ടില്ല. മലയാളിക്ക് ഇപ്പോഴും എവിടെ ഒരു 5 രൂപ കൂടുതൽ കിട്ടുന്നു അവിടേക്ക് കമിഴ്ന്ന് വിടാനാണ് മലയാളിക്ക് താല്പര്യം. എന്ന് നന്നാവും ഈ നാട് അറിയില്ല. ബാക്കി കേൾക്കാം. ഗുഡ് മോർണിംഗ് സർ. സർ, നിങ്ങളെ നമ്പർ ഞാൻ ഫേസ്ബുക്കിലൂടെ കിട്ടിയാന്ന് ഇത് ലിങ്കിൽ. അപ്പോൾ ഇത് മറ്റേ ലോട്ടറിൻ്റെ സംഭവമായിട്ടുള്ളത്. ആക്ച്വലി ഞാൻ ഇതുപോലത്തെ ടിക്കറ്റ് എടുക്കുന്ന ആളൊന്നുമല്ല, എടുക്കലില്ല. ഈ പ്രാവശ്യം എൻ്റെ മകൻ പറഞ്ഞാന്ന്. മകൻ ഇങ്ങനെ യൂട്യൂബ് നോക്കുമ്പോൾ കണ്ട് പപ്പ ഇങ്ങനെ ഒരു ടിക്കറ്റ് ഒരു ഓഫർ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അദ്ദേഹം. അപ്പോൾ ഒരു 1000 രൂപ എനിക്ക് തരുമോ, ഞാൻ ഈ ഗൂഗിൾ പേയിലൂടെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് 1000 രൂപ ടിക്കറ്റ് എടുക്കാം. വീട് മറ്റേ കിട്ടിയാൽ എനിക്ക് വേണ്ട, ഞങ്ങൾക്കും വേണ്ട, ഞങ്ങൾക്ക് വീട് സ്ഥലമെല്ലാം ഉണ്ടല്ലോ, അത് അവർക്ക് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. മറ്റുള്ളവർ കിട്ടിയാൽ അത് അവർക്ക് അർഹതപ്പെട്ടതാണ്, ഞങ്ങൾ 1000 രൂപ പോയാലും പ്രശ്നമെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ അവനിക്ക് 1000 രൂപ അയച്ചു കൊടുത്തു. അങ്ങനെ അവൻ്റെ പേരിൽ ഫാസ് അഹമ്മദ് എന്ന പേരിൽ അവനൊരു ടിക്കറ്റ് എടുത്ത്. മകനും പറഞ്ഞാൽ 9 വയസ്സ് പ്രായമുള്ളൂ, അവനിക്ക് 8-8.5 വയസ്സ് പ്രായമുള്ളൂ. അവൻ്റെ ഉമ്മാൻ്റെ മൊബൈലിലൂടെ അവനെടുത്ത ടിക്കറ്റാണ് ഇത്. ഓക്കെ, പക്ഷേ ഇദ്ദേഹം ഈ കൂട്ടര് എല്ലാവരും പറ്റിച്ചു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അയക്കാന്ന്. വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അയക്കാം. കണ്ടില്ലേ, 9 വയസ്സുള്ളൊരു കുട്ടിയാണ് പെട്ടുപോയത്. 1000 രൂപ വാങ്ങിച്ചു കൊടുത്തത്. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് 1000 രൂപ വെറുതെ കിട്ടുവാണെങ്കിൽ, വെറുതെ ഉണ്ടെങ്കിൽ എത്രയോ സാധാരണക്കാരുള്ള പാവങ്ങൾ തെരുവിൽ ഭക്ഷണത്തിന് വേണ്ടി അലിഞ്ഞടക്കുന്നുണ്ട്, അവർക്ക് കൊടുക്ക്. എത്രയോ കുട്ടികൾ പഠിക്കാൻ പൈസ ഇല്ലാതെ വിഷമിക്കുന്നുണ്ട്, അവരെ കണ്ടുപിടിച്ച് അവർക്ക് കൊടുക്ക്. പുണ്യം കിട്ടും. അല്ലാണ്ട് ഇവന്മാരുടെയൊക്കെ ഈ തട്ടിപ്പിൽ കൊണ്ട് കളയാതെ. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി കുഞ്ഞാൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ടായിരുന്നു. കുഞ്ഞാൻ ഈ വിഷയത്തിൽ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതുകൊണ്ട് കേൾക്കാം. കേരളം മൊത്തം ഇപ്പൊ ഞാനാണ് ചർച്ചാ വിഷയം. എല്ലാ സോഷ്യൽ മീഡിയയിലും, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, എല്ലാത്തിലും ജനങ്ങളെ പറ്റിച്ചു. ഒരുപാട് പൈസ ഇട്ട് കുഞ്ഞാൻ മുങ്ങി. എന്താണ് പിന്നെ വീഡിയോന്റെ മുന്നിൽ വരാത്തത്, ഓർക്ക് പറയാൻ ന്യായമില്ല, വാക്കില്ല പറഞ്ഞാണ്ട് ഒരുപാട് ആൾക്കാര് വീഡിയോസും ചെയ്തിട്ട് ഇച്ച് പറയാനുള്ളത് ഞങ്ങളോട് പറയണം. ആദ്യം തന്നെ പറയാണ്, കമന്റുകൾ ഇട്ടോളി. അത് നിങ്ങൾ ഏത് പോസ്റ്റ് ഇട്ടാലും നിങ്ങൾ ആദ്യം ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ പറയുന്നതിൽ എന്തേലും ഒരു സത്യസന്ധത നിങ്ങൾക്ക് ഇത്തിരി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി. 1% പോലും, ഈ വീഡിയോ ഞാൻ ഫുള്ള് കണ്ടതാണ്, 1% പോലും കുഞ്ഞാനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിനകത്തില്ല. കുഞ്ഞാൻ്റെ ലക്കി ഡ്രോയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഇദ്ദേഹത്തിന്, ഈ നാസർ എന്ന് പറയുന്ന വ്യക്തിക്ക് കടബാധ്യതകൾ, അയാളുടെ ബിസിനസ്സുകാരനായിരുന്നു, കടബാധ്യതകൾ വന്നതിൻ്റെ പേരിൽ ഈ വീട് ഇങ്ങനെ ലക്കി ഡ്രോയ്ക്ക് വയ്ക്കുകയാണ്, ഒപ്പം ബൈക്ക് വയ്ക്കുകയാണ്, വേറെ എന്തൊക്കെയോ സാധനങ്ങൾ വയ്ക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ കടബാധ്യത ഉള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞാൻ കാശ് വാങ്ങുന്നത് ശരിയാണോ ഈ വീഡിയോ ചെയ്തതിന്?
പക്ഷെ കുഞ്ഞാൻ കാശ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് കുഞ്ഞാൻ്റെ വായിൽ നിന്ന് തന്നെ കുഞ്ഞാൻ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ഒരാളെയും ഞാൻ പറ്റിച്ചിട്ടില്ല. ഒരാളെ മുതല് അർഹതപ്പെടാത്ത മുതല് ഞാനും മക്കളും തിന്നിട്ടില്ല. പിന്നെ ഞാൻ ചെയ്തൊരു തെറ്റെന്ന് പറഞ്ഞാൽ അതും അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ ആൾക്കാരും പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ടിക്കറ്റ് എടുത്തു, നറുക്കെടുത്തു. അത് മാത്രമേ ഞാൻ ചെയ്തിട്ട്. കുഞ്ഞാൻ ചെയ്ത തെറ്റ് നറുക്കെടുത്തതല്ല, എടുത്ത രീതിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു വലിയൊരു ബോക്സ്, ആ ബോക്സിനകത്ത് മേൽഭാഗം മാത്രം ഷഫിൾ ചെയ്യുന്നു. അടിയിലത്തെ കൂപ്പണൊന്നും ഷഫിൾ ചെയ്യുന്നത് കാണിക്കുന്നില്ല. മേൽഭാഗം മാത്രം ഇങ്ങനെ വാരി വലിച്ച് ഷഫിൾ ചെയ്തിടുന്നു. എന്നിട്ട് കൈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ഇങ്ങനെ കുത്തി ഇറക്കുന്നു, അവിടെ പരതുന്നു, ഒരു കൂപ്പൺ കയ്യിലെടുക്കുന്നു. ആ കൂപ്പൺ ഈ നാസർ എന്ന് പറയുന്ന ആളുടെ വീടിൻ്റെ ഉടമസ്ഥൻ്റെ മകൻ്റെ കൂട്ടുകാരനുമാണ്. അതിൻ്റെ വീഡിയോകളെല്ലാം പുറത്ത് വന്നിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ കുഞ്ഞാൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വെച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. പിന്നെ അടുത്തൊരു ബൈക്ക്, അതും ഇവരുടെ ബന്ധത്തിൽപ്പെട്ട ആൾക്ക് തന്നെയാണ്. ഇതിനകത്ത് കുഞ്ഞാന് വേറെ ലാഭം ഉണ്ടായിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത് കുഞ്ഞാൻ ചാരിറ്റിക്ക് വേണ്ടി ചെയ്ത വീഡിയോയ്ക്ക് എന്തിന് കാശ് മേടിച്ച് ചെയ്തു, ഇത്തരം ഉടായ്പകൾക്ക് എന്തിന് കൂട്ടുനിന്നു. ഇതുകൊണ്ടാണ് കുഞ്ഞാൻ ആൾക്കാർ എയറിൽ നിന്ന് താഴേക്ക് ഇറക്കാത്തത്. എന്തുകൊണ്ട് കുഞ്ഞാൻ്റെ പേര് മാത്രം ഇങ്ങനെ നിരന്തരമായിട്ട് കേൾക്കുന്നു ചോദിച്ചാൽ, ആ നറുക്കെടുപ്പ് ദിവസം അവിടെ ഉണ്ടായിരുന്നത് കുഞ്ഞാൻ മാത്രമാണ്. ബാക്കി ഓരോ ഇൻഫ്ലുവൻസേഴ്സ്, ഈ വീഡിയോ ചെയ്ത ബാക്കി ഒരാളും അവിടെ ഉണ്ടായിരുന്നില്ല. അതിന് നാസർ പറഞ്ഞ മറുപടിയാണ് രസം. കുഞ്ഞാൻ വരുമ്പോൾ കുഞ്ഞാൻ മാത്രം ട്രീറ്റ് ചെയ്താൽ മതിയല്ലോ, ബാക്കിയുള്ളവർ വന്നാൽ അവർക്കും കാശ് കൊടുക്കണ്ടേ, ഇതാണ് പറഞ്ഞത്. അപ്പോൾ ആ നറുക്കെടുപ്പിന് അവിടെ വന്നതിനും കുഞ്ഞാൻ കാശ് കൊടുത്തിട്ടുണ്ടാകുമെന്നാണ് അതിൽ നിന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഏതൊരു വീഡിയോ ചെയ്താലും അത് കാശിന് വേണ്ടി തന്നെ ആയിരിക്കും കുഞ്ഞാൻ ചെയ്തിട്ടുണ്ടാവുക. സോ ഈ ഒരു വീഡിയോയും ഈ നറുക്കെടുപ്പിൻ്റെ വീഡിയോയും ഒക്കെ കാശ് വാങ്ങിയിട്ട് തന്നെയായിരിക്കും ചെയ്തിട്ടുള്ളത്. ബാക്കി നോക്കാം. കാരണം ഞാൻ ആദ്യം തന്നെ പറയണേ, ഞാൻ വീഡിയോ ചെയ്യുന്ന ആളാണ്. ഇന്റെ പേരിലാണ് എപ്പോഴും വിവാദങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നതാണ്. ഇന്നെ കൊണ്ട് പറ്റൂല. അത് നിങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നാണ്, ഇവിടുത്തെ ഗസ്റ്റാണ്. അപ്പൊ നിങ്ങളല്ലാതെ ഫസ്റ്റ് പ്രൈസ് വേറെ ആരാ എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ തന്നെ എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ നറുക്കെടുത്തത്. പിന്നെ ഒരുപാട് ആൾക്കാർ പേഴ്സണലിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അതേപോലെ കോൾ ചെയ്തിട്ടുണ്ട്. കുഞ്ഞാൻ എൻ്റെ വീഡിയോ കണ്ടാണ്ട് ഞങ്ങളൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതെന്താണ് കാരണം എന്നില്ല, ഇജന്നെ വെളിപ്പെടുത്തണം, ഫുള്ള് സത്യം പുറത്ത് വരണം. അപ്പൊ നിങ്ങളിലേറെ ആഗ്രഹം എനിക്കത് പുറത്ത് കൊണ്ടുവരാനാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നാളെ തന്നെ ഞാൻ എന്തായാലും ഞാൻ വയനാട് പോകുന്നുണ്ട്. ഇന്റെ കൂടെ പോരാൻ താല്പര്യമില്ല ഏത് യൂട്യൂബേഴ്സിനും ഇന്റെ കൂടെ ഒപ്പം പോരാ. കാരണം ഞാൻ കള്ളത്തരം കാട്ടിയെന്നാണ് നിങ്ങൾ പറഞ്ഞത്, ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഇത് ഞാൻ മാത്രമൊന്നല്ല വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളെ കേരളത്തിലെ നമ്പർ 1 യൂട്യൂബറായ നമ്മളെ കേൽബ്രോ ബിജു ചെയ്തിട്ടുണ്ട്. അതേപോലെ പിന്നെ നമ്മളെ ഇവൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു പാട്ടുകാരിയാണ് ഈ കുട്ടി, ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാരാന്ന് എനിക്കറിയില്ല, ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതങ്ങനെ ഈ വ്യക്തി ചെയ്തിട്ടുണ്ട് വീഡിയോ. ഇതൊക്കെ നിങ്ങൾ കണ്ടോളി. ഞാൻ മാത്രമൊന്നല്ല ഇത് വീഡിയോ ചെയ്തിരിക്കുന്നത്, ഒരുപാട് ആൾക്കാരാണ് ഇത് വീഡിയോ ചെയ്തിരിക്കുന്നത്. നറുക്കെടുപ്പിന്റെ അമ്മ ഇജ്ജ് മാത്രം എന്തുകൊണ്ട് പോയി, എന്തുകൊണ്ട് വീഡിയോ ചെയ്തു? ഇജ്ജ് മാത്രം ഒന്നുമല്ലല്ലോ വീഡിയോ ചെയ്തിരിക്കുന്നത്, വേറെയും ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളെ കേൽബ്രോ ബിജു ചെയ്തിട്ടുണ്ട്, അതേപോലെ മുകേഷ് നായർ ചെയ്തിട്ടുണ്ട്, പിന്നെ ഇന്റെ തന്നെ കുറെ സുഹൃത്തുക്കൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അറിയാത്ത ഒരുപാട്. അത് പിന്നെ ഉടായ്പ കാണിക്കുന്നവരുടെ മണ്ടക്കല്ലേ വരുള്ളൂ. അവർ വീഡിയോ ചെയ്തു, അവർ കാശ് മേടിച്ചു, അവരവരുടെ വഴിക്ക് പോയി. പക്ഷെ കുഞ്ഞാൻ എന്താ കാണിച്ചത്? കുഞ്ഞാൻ രണ്ടാമത് അവിടെ ചെന്നു, നറുക്കെടുപ്പ് ലൈവ് കാണിക്കുന്നു, അതിനകത്ത് ഉടായ്പ കാണിക്കുന്നു. സ്വാഭാവികമായിട്ടും ഉടായ്പ കാണിച്ചവൻ ഏറിപ്പോവും. അതിനകത്ത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കി കേൾക്കാം. അപ്പോൾ ഓരെല്ലാവരുടെ വീഡിയോസും ഒരു ഡിലീറ്റ് ചെയ്തു. ഇപ്പൊ എന്താ, എല്ലാം ഇഞ്ച പരിധിക്ക് വന്നു. ഇപ്പൊ ഞാനാണ് തെറ്റുകാരൻ. ഇപ്പൊ നാസാക്കൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവരൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാതെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് തുടക്കം മുതൽ അവസാനം വരെ നാസർക്കാരൊപ്പം നിന്നിട്ടുണ്ട്. നിൽക്കാനുള്ള കാരണം പറഞ്ഞാൽ അയാളൊരു സാധു മനുഷ്യനാണ്, പച്ചപ്പാവം തന്നെ പറയാം. കാരണം മനുഷ്യന്റെ ഉള്ളെടുക്കാൻ നമുക്കല്ല, കണ്ടൊരു ഇതിലുണ്ടാവുമല്ലോ ആളെങ്ങനത്തെ ആളാണ്, എന്താണ് ചൊപ്പ് നിസ്കാരവും കാര്യങ്ങളും. ആ നാട്ടിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു വ്യക്തിപാടിയാണ് ഇയാള്. അപ്പോൾ ഞാൻ നാസർഖാനോട് പറഞ്ഞു, ഇത് ശരിക്കും ടിക്കറ്റ് പറഞ്ഞാൽ 15,000 ടിക്കറ്റാണ് ആദ്യം അടിച്ചത്. പിന്നെ എന്തായാലും 10,000 ടിക്കറ്റ് വേറെ അടിച്ചു. ആകെ പോയ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 8,300 ചില്ലാന ടിക്കറ്റാണ് പോയിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ കമന്റിൽ ചോദിക്കുന്നുണ്ട്, 22,000 പിന്നെ നമ്പർ കാണുന്നുണ്ട്, അതൊക്കെ എങ്ങനെ വെച്ചു. ഇതാണല്ലോ ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരെ കയ്യിലും കൊടുത്തിരുന്നു. അതേപോലെ ഓരോ സ്ഥാപനത്തിൽ, കടകളിൽ, അവിടുത്തെ നാട്ടുകാരെ കയ്യിലൊക്കെ ബുക്ക് ഉണ്ടായിരുന്നു. നമ്മൾ നറുക്കെടുക്കുന്നതിന്റെ ഒരു അരമണിക്കൂർ, ഒരു 5 മിനിറ്റ് മുന്നേ വരെ ഓരോ ആൾക്കാർ ബുക്ക് ചെയ്തിട്ട് വന്നിട്ട് ഒക്കെ നമ്മൾ ചിന്തയാണ്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഈ വീഡിയോ ചെയ്തത് ഞാൻ പ്രൊമോഷൻ ചെയ്ത് തന്നെയാണ്, ഞാൻ പൈസ വാങ്ങിയാണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഇതേപോലെ ഇപ്പൊ ഞാൻ കാണിച്ചത് യൂട്യൂബർമാരൊക്കെ പൈസ വാങ്ങിയാണ്ട് തന്നെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അവസാനം വന്നത് ഇഞ്ച തരടി. എങ്ങനെയുണ്ട്? ഞാൻ ഈ വീഡിയോ ചെയ്തത് ഞാൻ പ്രൊമോഷൻ ചെയ്തതാണ്, ഞാൻ പൈസ വാങ്ങിച്ചിട്ടാണ് വീഡിയോ ചെയ്തത്. ചാരിറ്റിക്ക് വേണ്ടി ചെയ്തതാണ്. നിങ്ങൾ ചിന്തിക്കണം. അതായത് പ്രമോഷൻ, കണ്ടവൻ്റെ കയ്യിലുള്ള കാശ് ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് ഒരു കൂപ്പൺ, ഒരു 1000 രൂപയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു പേപ്പർ പീസാണ്, അത് കൊടുക്കാൻ പ്രമോഷൻ, അതിന് കാശ് മേടിച്ചിട്ടാണ് ഈ ഇവനൊക്കെ വീഡിയോ ചെയ്യുന്നത്. എന്നിട്ട് അതിനകത്ത് ഉടായ്പം കാണിക്കുന്നു. ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇവനൊക്കെ എയറിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ പാടില്ല. ഇവനൊക്കെ ചാനൽ അടിച്ച് കളയാ വേണ്ടത്. സീരിയസ്ലി പറയുവാണ്. ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് വേണ്ടെന്ന്, ഇങ്ങനെയുള്ള സ്കാമേഴ്സ് വേണ്ട. എന്തിനാണ്? നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി. നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം.
ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കാം, ഒരു പ്രശ്നവുമില്ല. ശരിക്കും ഇതുപോലുള്ള ഉടായിപ്പന്മാരെ തുറന്നു കാണിക്കാൻ വേണ്ടിയാണ് റിയാക്ഷൻ വ്ളോഗേഴ്സ് ഉള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക, ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു കമൻറ്റും കൂടി എഴുതിയിടുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.